എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 31, 32 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു. ഈശോ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രനെതിരായ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. വീണ്ടും 32-ാം വചനത്തിലൂടെ ഈശോ പറയുന്നു, എനിക്ക് മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും ദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഈ തിരുവചനത്തിലൂടെ ആദ്യം പറഞ്ഞൊരു വചനമാണ് പിന്നെയും അത് ഈശോ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത് ഒന്നും കൂടെ പറയുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ അതിൻ്റെ കാഠിന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ അത് രണ്ടാമത് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഈ ദിവസം നമ്മൾ പെന്തക്കോസ്താ ദിവസത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈശോയുടെ ആ ഒരു ഈശോ പറയുന്നത്, പരിശുദ്ധാത്മാവിനെതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് ഈശോ പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ചിന്തിച്ച് നോക്കാം. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്ത് വേണേലും ചെയ്തോ, എന്ത് വേണേലും പറഞ്ഞോ, ഞാനത് ക്ഷമിക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഈശോ കുരിശിലേറിയത്. നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം വേദനകൾ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കുരിശുമരണം വഹിച്ചത്. ഈശോ എന്നിട്ടും അവസാനം പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. അവിടെയും ക്ഷമ ഈശോയുടെ ക്ഷമയും കാരുണ്യവും അതിന് പരിധിയില്ല. ഒരു പരിധി ഈശോയുടെ ക്ഷമയും കാരുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് പരിധിയേ ഇല്ല. ആ പരിധിയില്ലാത്ത ആ ഒരു സ്നേഹവും കാരുണ്യവും നമ്മൾ നിരസിക്കുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നമ്മൾ പാപം ചെയ്യുന്നത്. സഭ നമ്മളെ പഠിപ്പിക്കുന്ന 6 കാര്യങ്ങളുണ്ട് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ. 1, നിരാശ. നമ്മുടെ പാപം വലുതാണ്, ഈശോ ക്ഷമിക്കുകയില്ല, ദൈവം ക്ഷമിക്കുകയില്ല എന്നുള്ള ആ ഒരു നിരാശപ്പെടൽ. 2, ദൈവം ക്ഷമിക്കുമെന്ന് കരുതി വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത്. 3, നമ്മുടെ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ സത്യമല്ല എന്നുള്ളത് തള്ളിപ്പറയുന്നത്. 4-മത്തെ കാര്യം, മറ്റുള്ളവരുടെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ അസൂയാലപ്പെടുന്നത്. 5-മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് മാനസാന്തരപ്പെടാനായിട്ട് ഒരു അവസരം കിട്ടി, പക്ഷേ ആ മാനസാന്തരപ്പെടുത്താനുള്ള അവസരം പല വിധത്തിൽ നമ്മളിലേക്ക് വന്നു എന്നിട്ടും നമ്മളത് നിരസിച്ച് കളയുന്നത്. അവസാനം നമ്മൾ മരണത്തിൻ്റെ സമയത്താണെങ്കിലും പോലും മാനസാന്തരത്തിനൊരു അവസരമുണ്ട്, പക്ഷെ അത് നിരസിച്ചുകൊണ്ട് നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവദൂഷണം പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായി പറഞ്ഞുകൊണ്ട് നമ്മൾ മരണക്കിടക്കയിലേക്ക് പോവുകയാണ്. അപ്പം അവരോട് ഈ കാര്യങ്ങളിൽ